ഇതിപ്പോൾ മാമ്പഴക്കാലമായില്ലേ, എത്രയെന്നും പറഞ്ഞുകൊണ്ടാണ് മാങ്ങ ജ്യൂസും അതുപോലെ തന്നെ മാംഗോ ഷേക്കും മാത്രം കുടിക്കുന്നത്. നമുക്കൊരു അടിപൊളി മാംഗോ അവൽ മിൽക്ക് ഉണ്ടാക്കിയാലോ. ഇതിലേക്ക് നമുക്ക് 4-5 നല്ലപോലെ പഴുത്ത പാളയംകുടം പഴം വേണം. തണുപ്പ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ടതിന് ശേഷം പഴം എടുക്കാം. അപ്പോൾ പഴവും അതുപോലെ തന്നെ മാംഗോയുടെ പീസും കൂടി ഇട്ടിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കാം. മിക്സി ഒന്നും യൂസ് ചെയ്യേണ്ട, നമുക്ക് കൈകൊണ്ട് തന്നെ നല്ലപോലെ ഒന്ന് ഉടച്ചെടുത്താൽ മതി. ഇത് രണ്ടും കൂടി നല്ലപോലെ ഉടച്ചെടുത്ത് കഴിയാൻ നേരത്തേക്കും നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര കൂടി ഇട്ട് മൂന്നും കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം നല്ല റോസ്റ്റ് ചെയ്തിട്ടുള്ള കാഷ്നട്ട്സും അതുപോലെ തന്നെ കപ്പലണ്ടിയും നല്ല തണുത്ത പാലും കൂടി ഒഴിച്ചിട്ട് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പാല് നല്ലപോലെ തണുത്തത് തന്നെ വേണം കേട്ടോ. ഇതിന് ശേഷം നമുക്ക് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള അവലിടാം. അവൽ നല്ലപോലെ റോസ്റ്റ് ചെയ്തിട്ടുള്ള അവൽ വേണം ഇടാനായിട്ട്. നമുക്കിത് നല്ലപോലെ യോജിപ്പിച്ചെടുക്കാം. ഇത് നമുക്ക് അപ്പോൾ തന്നെ സെർവ് ചെയ്യാനാണെങ്കിലും നമുക്ക് ഫുള്ള് അവലും ഇതിലേക്ക് യൂസ് ചെയ്യാം. അതല്ല പിന്നീടത്തേക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന അവിൽ കഴിക്കാൻ നേരം മാത്രം ഇട്ട് കൊടുത്താൽ മതി. മിക്സ് നേരത്തെ നമുക്കുണ്ടാക്കി ഫ്രിഡ്ജിൽ വെക്കാം, ഇല്ലെങ്കിൽ അവിലിൻ്റെ ക്രിസ്പിനെസ് പോകും. അതുകൊണ്ടാണ്. അപ്പം അതിലേക്ക് നമുക്ക് മാംഗോ ഫ്ലേവറിലുള്ള ഒരു സ്കൂപ്പ് ഐസ്ക്രീമും കൂടി ഇട്ട് കുറച്ച് മാംഗോയും കൂടി ഇട്ട് ഗാർണിഷ് ചെയ്തിട്ട് കുടിക്കാം.